നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പെരുമ്പാവൂരിൽ നിലവിലുള്ള MLA എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി വേറൊരാളെ പരീക്ഷിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്ന വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എൽദോസ് കുന്നപ്പള്ളി 2 തവണ പെരുമ്പാവൂരിൽ നിന്ന് വിജയിച്ചു. 2016-ലും 2021-ലും. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ചില ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉയരുകയും ഇപ്പോൾ അതെല്ലാം കോടതിയുടെ പരിഗണനയിലുമാണ്. എൽദോസ് കുന്നപ്പള്ളിയെ അവിടെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന് ആ സീറ്റ് നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കളിൽ ഏറെയും. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്നതെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. അതുകൊണ്ട് എൽദോസിനെ മാറ്റി പുതിയൊരാളെ ഇത്തവണ പരീക്ഷിക്കണമെന്ന വാദം പാർട്ടിയിൽ ഉയർന്നു വരികയാണ്. പുതിയ യുവ നേതാക്കളെ ആരെങ്കിലും പെരുമ്പാവൂരിൽ മത്സരിപ്പിച്ചാൽ ആ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നും അല്ലെങ്കിൽ മുൻ MLA സാജു പോളിനെ രംഗത്തിറക്കിക്കൊണ്ട് CPM ആ സീറ്റ് പിടിച്ചെടുക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ കരുതുന്നുണ്ട്. എന്നാൽ എൽദോസ് കുന്നപ്പള്ളിയാകട്ടെ താൻ ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന വാശിയിലാണ്. മറ്റ് സിറ്റിംഗ് MLA-മാർക്കെല്ലാം മത്സരിക്കാമെങ്കിൽ പിന്നെ തനിക്ക് മത്സരിച്ചാൽ എന്താ എന്ന ചോദ്യമാണ് എൽദോസ് കുന്നപ്പള്ളി ഉയർത്തുന്നത്. എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും മത്സരിക്കാം, പിന്നെ തനിക്ക് എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ? തനിക്ക് മാത്രമായിട്ട് ഹൈക്കമാൻഡ് അത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിക്കുമോ എന്നാണ് എൽദോസ് കുന്നപ്പള്ളി ചോദിക്കുന്നത്. ഇനി എൽദോസിനെ മാറ്റിയാലോ? ഒരു സംശയവും വേണ്ട, അദ്ദേഹം അവിടെ കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അങ്ങനെ മത്സരിച്ചാൽ ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അവിടെ CPM സ്ഥാനാർത്ഥി കണ്ണടച്ച് വിജയിക്കും. ഇതും കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ നിയമസഭാ സീറ്റും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. ഒരു സീറ്റ് പോലും കൈവിടുക അവർക്ക് ചിന്തിക്കാനേ വയ്യ. കാരണം 100 സീറ്റൊന്നും ലഭിക്കില്ല എന്നും ഒരുപക്ഷെ ഒരു 70-നും 80-നും ഇടയ്ക്കായിരിക്കും UDF-ൻ്റെ കക്ഷിനില എന്നുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഏറെക്കുറെ അംഗീകരിച്ചു കഴിഞ്ഞു. അതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അപ്പോൾ ഓരോ സീറ്റും വിലപ്പെട്ടതാണ്. മണ്ടത്തരമോ അല്ലെങ്കിൽ വിവരക്കേടോ കാണിച്ച് സീറ്റുകൾ കൊണ്ടേ കളയാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എൽദോസ് കുന്നപ്പള്ളിയെ നിർത്തിയാൽ ആ സീറ്റ് കിട്ടുകയില്ലെന്നാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിശാരദന്മാർ പറയുന്നത്. അത്രയ്ക്ക് എതിർപ്പ് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിലുണ്ടത്രേ. അതേസമയം അദ്ദേഹത്തെ മാറ്റി വേറൊരാളെ നിർത്തിയാൽ എൽദോസ് കുന്നപ്പള്ളി ഉറപ്പായിട്ടും റിബലായി മത്സരിക്കും. അങ്ങനെ വന്നാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടും. ചുരുക്കത്തിൽ എൽദോസിനെ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും പെരുമ്പാവൂർ കോൺഗ്രസിന് നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലാണ്. ഇതാണ് അവരെ വലിയ ചിന്താക്കുഴപ്പത്തിലാക്കുന്നത്, ധർമ്മസങ്കടത്തിലാക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. തന്നെ മാറ്റിയാൽ, തനിക്ക് MLA സീറ്റ് തരാതെ മാറ്റിയാൽ താൻ അവിടെ മത്സരിക്കും റിബലായി. അങ്ങനെ സംഭവിക്കുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ മത്സരിക്കുമെന്ന് അദ്ദേഹം വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞിട്ടുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ പെരുമ്പാവൂർ സീറ്റ് നഷ്ടപ്പെടും. അങ്ങനെ എറണാകുളം ജില്ലയിൽ കോൺഗ്രസിനും UDF-നും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള, ഏറെ രാഷ്ട്രീയ സ്വാധീനമുള്ള എറണാകുളം ജില്ലയിൽ അങ്ങനെ ഉറച്ചൊരു സീറ്റ് നഷ്ടപ്പെടുന്നത് കോൺഗ്രസിന് ആലോചിക്കാനേ വയ്യ. ചുരുക്കത്തിൽ എൽദോസ് കുന്നപ്പള്ളിയെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നോർത്ത് തലപൊക്കുകയാണ് UDF കോൺഗ്രസ് നേതൃത്വം. ആ സീറ്റ് ലീഗിന് കൊടുത്താലും ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് വലിയ എതിർപ്പ് വരും. കാരണം പെരുമ്പാവൂരിൽ ക്രൈസ്തവ വോട്ടുകൾ, പ്രത്യേകിച്ച് യാക്കോബായ വോട്ടുകൾ, എൽദോസ് കുന്നപ്പള്ളി യാക്കോബക്കാരനാണ്. അതുകൊണ്ട് യാക്കോബായ വോട്ടുകൾ എങ്ങനെ തിരിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. ഏതായാലും പെരുമ്പാവൂർ സീറ്റ് കോൺഗ്രസിന് വലിയൊരു തലവേദനയാണ്, വലിയ ഒരു ധർമ്മസങ്കടമാണ്. എൽദോസിനെ നീക്കിയാലും പരാജയപ്പെടും, എൽദോസ് നിന്നാലും പരാജയപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്.